ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദി ഗെയിമർ ടെക്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഓപ്പോ റെനോ 15 പ്രോ എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച്ഡ് ആയിട്ടുണ്ട്. അത് എപ്പോഴാണ് ഇന്ത്യയിൽ ലോഞ്ച് ആവുക എന്നുള്ളതിൻ്റെ ഒരു വിശദീകരണം തരാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം 2025 ഒടുക്കം അല്ലെങ്കിൽ 2025 തുടക്കം അല്ലെങ്കിൽ മധ്യം എന്ന ഒരു ലെവലിൽ ഇറങ്ങാനാണ് സാധ്യത. അപ്പോൾ അതിൻ്റെ ഫുൾ സ്പെക്കുകളും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതിന് മുന്നത്തെ ഒരു പാർട്ട് വീഡിയോ ഉണ്ട്, കാണാത്തവർ കേൾക്കുകയാണെങ്കിൽ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാൻ ലെറ്റ്സ് ഗോ. ഈ ഫോൺ ഓൾറെഡി ചൈനയിൽ 17-ാം തീയതി ലോഞ്ച്ഡ് ആയതാണ്. അതായത് ഇന്നലെ ലോഞ്ചായ ഫോണാണ്. ഇനി ഇന്ത്യയിലേക്ക് വരും. എപ്പോൾ വരും എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗികമായ ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. പക്ഷെ വരാൻ സാധ്യതയുള്ള സ്പെക്സ്, അതായത് സ്പെസിഫിക്കേഷൻസ് എന്താണെന്നുള്ളതെല്ലാം ഏകദേശം എല്ലാം കൺഫേം ആയിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഇന്നത്തെ പറയാൻ വേണ്ടി പോവുകയാണ്. ആദ്യം ഡിസ്പ്ലേയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ 6.78 ഇഞ്ചിൻ്റെ ഫുൾ HD റെസൊല്യൂഷൻ നൽകുന്ന ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഡിസ്പ്ലേയിൽ വരുന്നത്. ഇനി ചിപ്സെറ്റിന്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ മീഡിയടെക് ഡിമെൻസിറ്റി 8450 എന്ന ചിപ്സെറ്റ് ആണ് വരുന്നത്. 12 GB റാമോട് കൂടി 256 GB സ്റ്റോറേജുമായി ആണ് വരുന്നത്. മൈക്രോ SD കാർഡ് ഇട്ടിട്ടാണോ ആണെങ്കിലും അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് സ്റ്റോറേജ് കൂട്ടാൻ പറ്റില്ല. നിങ്ങൾക്ക് റാം വേരിയന്റ്, അതായത് 256 GB സ്റ്റോറേജ് എന്നാൽ 512 ആക്കി എടുക്കാനും പറ്റും. ഒരൊറ്റ മോഡലാണ് വരുന്നത്. നമ്മുടെ ഈ സ്റ്റോറേജിന്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ അത് നിങ്ങൾ കൂട്ടാൻ തന്നെ സാധിക്കില്ല. ഇനി ക്യാമറയുടെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ റിയർ ക്യാമറ വരുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ്. 200 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, 50 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, തേർഡ് ഐ ക്യാമറ ആയിട്ട് വരുന്നത് 50 MB തന്നെ ടെലിഫോട്ടോ ലെൻസ് ആണ് വരുന്നത്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോവുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നത് ആൻഡ്രോയിഡ് 16 ബേസ്ഡ് ആയിട്ടാണ്. അതിന്റെ സ്കിൻ വരുന്നത് ColorOS 16 ആണ് വരുന്നത്. വൈഫൈ കണക്ടിവിറ്റിയിലേക്ക് പോകുകയാണെങ്കിൽ വൈഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വൈഫൈന്റെ എല്ലാ മോഡലുകളും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. GPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് V5.14 എന്ന മോഡലാണ് വരുന്നത്. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. USB Type-C പോർട്ടാണ് വരുന്നത്. ഹെഡ്ഫോൺ ജാക്കും അതേ മോഡലിൽ തന്നെയാണ് വരുന്നത്. 2 SIM സപ്പോർട്ടാണ് വരുന്നത്. രണ്ടും നാനോ സിമ്മുകളാണ് വരുന്നത്. 4Gയും 5Gയും 3Gയും ഈ ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ട്. 4Gയുടെ 40ഓളം ബാൻഡുകൾ വർക്ക് ചെയ്യുന്നു എന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഫേസ് അൺലോക്ക്, ഫിംഗർ പ്രിന്റ് സെൻസർ ഇൻ ഡിസ്പ്ലേയിലും വരുന്നുണ്ട്. ഇതിന്റെ ഏകദേശം വില വരാനുള്ള സാധ്യത 50,000 മുകളിലേക്കാണ്. 60,000 വരെ അല്ലെങ്കിൽ അതിന് മുകളിൽ നമുക്ക് വരുമ്പോൾ കാണാം. ഇത്രയും വരുന്ന ഈ ഫോണിന്റെ ബാറ്ററി സൈസ് വരുന്നത് എത്രയാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6500 mAh ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങുമാണ് വരുന്നത്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ടെക് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക്